എല്ലാവർക്കും ഈസി ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2 ഒരു ലെസണായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന യൂണിറ്റിലെ ഒരു ലെസണാണ്. സോ ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ എന്നാണ് അർത്ഥം. ബ്രീസ് എന്ന് പറഞ്ഞാൽ തെന്നൽ, അതായത് ചെറിയ കാറ്റ്. സോ അതാണ് യൂണിറ്റിൻ്റെ പേര്. സോ ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ധരണി, ഒരു വ്യക്തി പറഞ്ഞ അതേ വാക്കുകൾ എടുത്തെഴുതുമ്പോഴാണ് കോട്ട് എന്ന് പറയുക ഇംഗ്ലീഷിൽ. സോ ഇത് വില്യം വേർഡ്സ്വർത്തിൻ്റെ കോട്ടാണ്. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ്. അപ്പോൾ പ്രകൃതിയെ ഒരു ഗുരുവായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഒരുപാട് കവിതകൾ ഈ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ട്. സോ ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ, ഇതാണ് ഒരു ഇവിടെ കോട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞതിൽ അർത്ഥം വരുന്നത് പ്രകൃതിയെ നിങ്ങളുടെ ഗുരുവാക്കുക, ടീച്ചറാക്കുക. ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. സോ നമുക്ക് നേരെ ലെസണിലേക്ക് പോകാം. സോ ലെസണിലെ ഫസ്റ്റ് പാർട്ട് വരുന്നത് ദ ലാൻഡ് ഓഫ് ദ വിൻഡ്സ് എന്നാണ്. കാറ്റിൻ്റെ ഇടം, കാറ്റിൻ്റെ ലാൻഡ്. സോ നമുക്ക് നോക്കാം. ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ. സോ ഈ കാണുന്നതാണ് ഡൊറോത്തി. ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കാണുന്ന ഈ പെൺകുട്ടിയാണ് ഡൊറോത്തി. ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ ലിവ്ഡ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ്. ഡൊറോത്തി ഒരു ചെറിയ വുഡൻ ഹൗസിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മരം കൊണ്ടിൻ്റെ ഇത് പട്ടിക മറ്റൊക്കെ അടിച്ചുകൊണ്ടുള്ള ഒരു വീട്. വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആൻറ്റ്. സോ അങ്കിളും ആൻറ്റും ഒക്കെ ഒരുമിച്ച് കൊണ്ടാണ് ഇവർ താമസിച്ചിരുന്നത്. സോ ആൻറ്റ് അമ്മായിയാണ് കേട്ടോ, അങ്കിൾ അറിയാലോ അമ്മാവൻ. സോ ആൻറ്റ് എന്നോ അല്ലെങ്കിൽ ഓൻറ്റ് എന്നോ ഉച്ചരിക്കാം, രണ്ടും ഓക്കെ തന്നെയാണ്. ഓക്കെ, എങ്കിലും ആൻറ്റ് എന്ന് പറഞ്ഞായിരിക്കും ഒന്നുകൂടെ നല്ലത്. സോ കാരണം കൂടുതൽ വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷിലും എന്താണ് ആൻറ്റ് എന്ന ഉച്ചാരണമാണ് കൂടുതൽ കാണുന്നത്, ഓൺറ്റ് കറക്റ്റ് ആണെങ്കിൽ പോലും. സോ ഞാനിവിടെ ആൻറ്റ് എന്നാണ് ഉച്ചരിക്കുന്നത്. സോ ഡൊറോത്തി ആൻറ്റിൻ്റെയും അങ്കിളിൻ്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. മെഡോ എന്ന് പറഞ്ഞാൽ പുൽത്തകിട് അല്ലെങ്കിൽ പുല്ല് നിറഞ്ഞ സ്ഥലം, അതാണ് മെഡോ. സ്പെല്ലിംഗ് നോക്കണേ, MEADOW, മെഡോ. സോ അതിൻ്റെ നടുവിലായിരുന്നു ഇവരുടെ വീട്. ഓക്കെ. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ഹിയർ. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദർ. അവിടെ കാറ്റൊരിക്കലും അടിക്കുന്നത് നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അവിടെ കാറ്റടിച്ചിരുന്നു. ഒരു വളരെയധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലമായിരുന്നു അത്. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. ബ്ലൂ, അത് ബ്ലൂ എന്ന് ഉച്ചരിക്കാൻ തോന്നും, പക്ഷെ തെറ്റാണ്. ബ്ലൂ ആണ് കറക്റ്റ്. സോ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, കാറ്റ് ശക്തിയായിട്ട് അടിച്ചു. ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെല്ലർ ഓഫ് ദെയർ ഹൗസ്. അതായത് കാറ്റ് ശക്തിയായിട്ട് അടിക്കുന്ന സമയത്തൊക്കെ എന്താ ചെയ്യുക, ഡൊറോത്തിയുടെ ഫാമിലി, ഈ അങ്കിളും ആൻറ്റും ഒക്കെ എന്ത് ചെയ്യും, വുഡ് ടേക്ക് ഷെൽട്ടർ, അവർ അഭയം പ്രാപിക്കും. ടേക്ക് ഷെൽട്ടർ മീൻസ് അഭയം പ്രാപിക്കും. ഇൻ ദ സെല്ലർ ഓഫ് ദെയർ ഹൗസ്. സെല്ലർ എന്ന് പറഞ്ഞാൽ താഴെ ഭാഗമുള്ള സ്ഥലം, അതായത് നമ്മുടെ റൂമിൻ്റെ, നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ സാധാരണ റൂമല്ല, ഗ്രൗണ്ടിന് താഴെ വരുന്ന റൂമാണ് സെല്ലർ എന്ന് പറഞ്ഞാൽ. ഗ്രൗണ്ട് ലെവലിൽ താഴെ ഉള്ളിൽ മണ്ണിന് അടിയിലേക്ക് എന്താണ് സ്റ്റെപ്പ് ഉണ്ടാവും. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വീട് എങ്ങനെയാണ്, താഴേക്ക് കോണി ഇറങ്ങിയിട്ട് അടിയിലേക്ക്, അങ്ങനെ സാധാരണ സെല്ലർ ഉണ്ടാവാറില്ല അല്ലേ. ചിലപ്പോൾ ചില പ്രത്യേകതകളൊക്കെ ഉള്ള ഭൂമിയൊക്കെ ആകുമ്പോഴേ അങ്ങനെ ഉണ്ടാവുള്ളൂ, നോർമലി അങ്ങനെ ഇല്ല. പക്ഷേ ഇവിടെ ഡൊറോത്തിയുടെ വീടിന് എന്താണ്, താഴേക്ക് സെല്ലാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ താഴേക്ക് മണ്ണിനടിയിലേക്ക് തന്നെ പോയാലും റൂം അങ്ങനെ ഉണ്ട്. സോ കാറ്റ് ശക്തിയായിട്ട് വീശുന്ന സമയത്ത് ഡൊറോത്തിയുടെ ഫാമിലി അങ്ങോട്ട് പോകും. ഓൺ എ ക്ലൗഡി ഡേ, ഒരു ദിവസം നല്ല ക്ലൗഡ്, മേഘങ്ങൾ നിറഞ്ഞ ദിവസം. ക്ലൗഡി ഡേ എന്ന് പറഞ്ഞാൽ നല്ല മേഘങ്ങൾ നിറഞ്ഞ ദിവസമാണ്. സൂര്യൻ വരെയൊക്കെ കാണില്ല, പിന്നെ മാത്രമല്ല ഒരു മഴ പ്രതീക്ഷിക്കുന്ന സമയം, അതാണ് ക്ലൗഡി ഡേ. ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. ഡൊറോത്തിയുടെ ഒരു പെറ്റ് ഡോഗ് ഉണ്ട്, കളിക്കുന്ന ഡോഗ്, അതിൻ്റെ പേര് ടോട്ടോ. അതുമായിട്ട് കളിക്കുകയായിരുന്നു. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. ഡൊറോത്തി റൺ ടു ദ സെല്ലർ, ബി ക്വിക്ക്, ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട്. ആ സമയത്ത് ഡൊറോത്തിയുടെ അങ്കിൾ, അമ്മാവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറഞ്ഞത്? എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ഡൊറോത്തി റൺ ടു ദ സെല്ലർ. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭൂമിക്ക് താഴെയുള്ള ഗ്രൗണ്ട് ലെവലിൽ താഴെയുള്ള റൂം, അങ്ങോട്ടേക്ക് വേഗം പൊക്കോളൂ.
ബി ക്വിക്ക്, വേഗം പോകും. ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട്, അവളുടെ അങ്കിൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹി റാൻ ടുവേർഡ്സ് ദ സെല്ലർ, എന്നിട്ടോ അങ്കിൾ നേരെ സെല്ലറിലേക്ക് ഓടി. ആൻറ്റ് ഫോളോഡ് ഹിം, അപ്പോൾ ഈ അങ്കിളുടെ വൈഫ് ആൻറ്റ് എന്ത് ചെയ്തു, നേരെ ഇടയിലേക്ക് ഓടി, അങ്കിളുടെ ഒപ്പം തന്നെ ഈ സെല്ലറിലേക്ക് ഓടി. ഡോറത്തി സ്റ്റോപ്ഡ് പ്ലേയിങ്, ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്ത് ഡോറത്തി, അവൾ കളിക്കുന്നത് നിർത്തി. കം വിത്ത് മീ ടോട്ടോ, ഷീ കോൾഡ് ഔട്ട്. അപ്പോൾ ടോട്ടോ ഇവരുടെ ഡോഗാണല്ലോ, സോ ഈ ഡോഗിനോട് എന്താണ് വിളിക്കുകയാണ്, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ച് പറയണം. സോ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് കുട്ടികളോട് ചോദിക്കാം. സോ വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലേഴ്സ്, എന്തിനാണ് ആൾക്കാർ സെല്ലർ ഉപയോഗിക്കുന്നത്? സോ ഇവിടെ ഈ ഒരു കഥയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ എന്താണ്, ദേ ക്യാൻ ടേക്ക് ഷെൽട്ടർ വെൻ ദ വിൻഡ് ബ്ലോസ് എന്ന് പറയാം അല്ലേ. കാറ്റടിക്കുന്ന സമയത്ത് അവർക്ക് അഭയം പ്രാപിക്കാൻ എന്നൊരു മീനിങ് ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കിട്ടുന്നത്. പക്ഷേ ഓരോ രാജ്യത്തും ആ ഒരു അവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. വിൽ ഡൊറോത്തി റീച്ച് ദ സെല്ലർ, ഡൊറോത്തി സെല്ലറിലെത്തുമോ, അതിന് മുമ്പ് തന്നെ കാറ്റോടെ കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യമാണ്. സോ ഇത് കുട്ടികളോട് വെറുതെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, ഈ ഒരു ചോദ്യം ചോദിക്കാം. സോ നെക്സ്റ്റ്, ദ സ്റ്റോം, കൊടുങ്കാറ്റ്. ഡൊറോത്തി റാൻ ടുവേർഡ്സ് ദ സെല്ലർ, ഡൊറോത്തി എന്ത് ചെയ്തു, നേരെ സെല്ലറിലേക്ക് ഓടി. ബട്ട് ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്, എന്നാൽ സെല്ലറിൻ്റെ അടിയിൽ ഉൾഭാഗത്തേക്ക്, താഴെ റൂമിലേക്ക് അല്ല ടോട്ടോ ഓടിയത്, ടോട്ടോ നേരെ വീടിനുള്ളിലേക്കാണ് ഓടിയത്. എന്നിട്ടോ ഹിഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചു, ഹൈഡ് ഒളിക്കുക, ഹിഡ് ഒളിച്ചു. അവിടെ ഈ ഡോഗ് എന്ത് ചെയ്തു, ഒളിച്ചു. അണ്ടർ എ കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിലിന് താഴെ ഒളിച്ചു. ടോട്ടോ ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദ ഹൗസ്, അപ്പോൾ ഡൊറോത്തി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടോ കം ഔട്ട്, ഉറക്കെ വിളിക്കുന്നു, ടോട്ടോ പുറത്തേക്ക് വാ. ഡൊറോത്തി യെൽഡ് ഔട്ട് മീൻസ് ഷൗറ്റഡ്, ഉറക്കെ വിളിച്ച് പറഞ്ഞു. ദ ഹൗളിംഗ് വിൻഡ് സ്വെപ്റ്റ് ഹെർ വോയിസ് അവേ, ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുകയാണ്, വിൻഡ് കാറ്റടിച്ച് ശക്തിയായി ശബ്ദമുണ്ടാക്കിയാണ്, അത് സ്വെപ്റ്റ് ഹെർ വോയിസ് അവേ, ഇവളിങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞു. അത് ഡൊറോത്തി ഉറക്കെ ടോട്ടോയെ വിളിക്കുന്നതൊക്കെ ആ കാറ്റിൻ്റെ ശബ്ദത്തിൽ ഇല്ലാതായി പോയി, കേട്ടില്ല. അപ്പോൾ ഈ കാറ്റിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്, വൂ 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 ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്കർ, എന്താണ്, കാറ്റിന് ശക്തി വർദ്ധിക്കുന്നുണ്ട്. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഫെൽ ഡൗൺ, വീണു. ട്രീസ്, മരങ്ങളൊക്കെ വീഴുന്നുണ്ട്. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ, മരങ്ങൾ വീണു. ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്, അവിടെയുള്ള അവരുടെ വീട് എന്താണ്, ബിഗാൻ ആരംഭിച്ചു, ടു ഷേക്ക് ഇളകാൻ തുടങ്ങി, കാറ്റിലിങ്ങനെ ഇളകാൻ തുടങ്ങി, കാറ്റ് ശക്തിയായിട്ട് വീശുന്നു. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്ഡ് ഡൗൺ, കബോർഡിൽ വെച്ച കപ്പുകളും പ്ലേറ്റുകളെല്ലാം എന്താണ്, സ്ലിപ്ഡ് ഡൗൺ, താഴേക്ക് വീണു. ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്, ഒരു കണ്ണാടി ഉണ്ടായിരുന്നു ഓൺ ദ വാൾ, കണ്ണാടിയിൽ, ഈ വാളിൽ, അതായത് ചുവരിൽ കണ്ണാടി തൂക്കിയിട്ടുണ്ടായിരുന്നു, അതെന്ത് ചെയ്തു, ഫെൽ ഡൗൺ, താഴെ വീണു. ആൻഡ് ബ്രോക്ക്, പൊട്ടി, ഇൻ ടു പീസസ്, പല കഷ്ണങ്ങളായി. വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്, എന്താണ് നമ്മുടെ വീടിന് സംഭവിക്കുന്നത്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്, ഡൊറോത്തി ആകെ പേടിച്ചു പോയി. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ വിൻഡ് ബ്ലോ, കാറ്റടിച്ചപ്പം എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ കുട്ടിയോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അവിടെ വന്ന മാറ്റങ്ങൾ, ഈ വീടിന് വന്ന കാര്യങ്ങളും മാറ്റങ്ങളും, ഇവരെല്ലാം ഓടിയില്ലേ. ആദ്യം എന്താണ്, ദ അങ്കിൾ ആൻഡ് ഡൊറോത്തി ഓൾ റാൻ ഇൻ ടു ദ ഹൗസ്, ഇൻ ടു ദ സെല്ലർ. മാത്രമല്ല ഇവിടെയുള്ള സാധനമെല്ലാം താഴെ വീണു അല്ലേ. എന്തെല്ലാം ആണ് സംഭവിച്ചത്? ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ, ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്, കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്ഡ് ഡൗൺ, മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ, ബ്രോക്ക് ഇൻ ടു പീസസ്. ഇതൊക്കെ എന്താണ്, കാറ്റടിച്ചപ്പോൾ സംഭവിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ്, ഇനി വീടിന് എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് ഇമാജിനേഷൻ ഉണ്ടാക്കാൻ കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്ക് നോക്കാം. അപ്പം വീട് പറന്നു പോവാണ്, ദ ഫ്ലൈയിങ് ഹൗസ്. ദ സ്റ്റോം റോഡ്, കാറ്റ് ശക്തിയായിട്ട് ഗർജിക്കുകയാണ്. ക്രീക്ക്, ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. എന്താ സംഭവിച്ചത്? കാറ്റടിച്ചിട്ട് ഈ വീടങ്ങോട്ട് ഉയർന്നു പൊങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കൊന്നുമില്ല, നോർമൽ രീതിയിൽ. സോ ഇവിടെ എന്താണ്, നേരെ മുകളിലേക്ക് ഉയർന്നു അല്ലേ. ലിഫ്റ്റഡ് ദ ഹൗസ്, ഉയർന്നു. ഓഫ് ദ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ഗ്രൗണ്ട് മുകളിലേക്ക് ഉയർന്നു പറന്നു. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്.
അപ്പോൾ ഡൊറോത്തിയും ടോട്ടോയും എവിടെയാണ്? ഇപ്പോൾ വീട്ടിനുള്ളിൽ തന്നെയാണ്. ഓക്കെ, കാരണം ഡൊറോത്തി എന്താണ് ടോട്ടോയെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നല്ലോ സെല്ലറിൽ നിന്ന്. സോ എന്താണ് ഇവർ രണ്ടുപേരും വീട്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഈസ് ഫ്ലൈയിങ്. അവർക്ക് വീടിന് പുറത്തേക്ക് ഓടാൻ കഴിഞ്ഞില്ല. അപ്പോൾ പറയാണ്, ഡൊറോത്തി പറയാണ്, നമ്മുടെ വീട് എന്താണ് ഫ്ലൈയിങ്, പറക്കുന്നു. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. എന്നിട്ടോ ഡൊറോത്തി പുറത്തേക്ക് നോക്കി. ഷീ സോ ഫോളൻ ട്രീസ്. അവിടെ വീണ് കിടക്കുന്ന ട്രീസ് ഡൊറോത്തി കണ്ടു. ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. താഴെ പൊളിഞ്ഞു കിടക്കുന്ന പാലങ്ങൾ കണ്ടു. ബ്രിഡ്ജസ് പാലങ്ങൾ, ബിലോ താഴെ. സോ പൊളിഞ്ഞു കിടക്കുന്ന പാലങ്ങൾ താഴെ കണ്ടു കാറ്റിൽ പെട്ടിട്ട്. ടോട്ടോ ബിക്കെയിം അഫ്രൈഡ്. അഫ്രൈഡ് ഭയപ്പെട്ടു. ടോട്ടോ ഭയപ്പെട്ടു. ഡോഗ് ഭയപ്പെട്ടു. ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ. വീട്ടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഇൻസൈഡ് ദ ഹൗസ്, വീട്ടിനുള്ളിൽ. വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. ഡൊറോത്തി ഹെൽഡ് ടോട്ടോ ഇൻ ഹെർ ഹാംസ്. ഡൊറോത്തി എന്ത് ചെയ്തു? തൻ്റെ കൈകളിൽ, ആംസ് എന്ന് പറഞ്ഞ കൈകളാണ്, ഹെൽഡ് പിടിച്ചു. ഡൊറോത്തി ടോട്ടോയെ ചേർത്ത് പിടിച്ചു, കൈകളിൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. നമ്മൾ കുറച്ച് ഡേഞ്ചറിലാണ്, നമുക്കൊരു ആപത്തിലാണ്. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. വീണ്ടും കാറ്റിങ്ങനെ അടിക്കാണ്. വീടിങ്ങനെ മുകളിലേക്ക് ഉയർന്ന് പറക്കുന്നു. ഓവർ ദ ഫോളൻ ട്രീസ്. ഫോളൻ ട്രീസ്, വീണ് കിടക്കുന്ന മരങ്ങൾ. ഫോളൻ, വീണത്. സോ വീണ് കിടക്കുന്ന മരങ്ങൾക്ക് മുകളിലൂടെ വീട് പറന്നു. ഓവർ ദ മാർക്കറ്റ്. മാർക്കറ്റ് മുകളിലൂടെ പറന്നു. ഓവർ ദ സ്ട്രീം. സ്ട്രീം, നദി. നദിയുടെ മുകളിലൂടെ പറന്നു. ഓവർ ദ മൗണ്ടൻസ്. മൗണ്ടൻസ്, മലനിരകൾ. മലനിരകൾക്ക് മുകളിലൂടെ പറന്നു. ഡൊറോത്തി ട്രംബിൾഡ് വിത്ത് ഫിയർ. ഭയം കൊണ്ട് ഡൊറോത്തി ആകെ വിറച്ചു. ട്രംബിൾഡ് എന്ന് പറഞ്ഞാൽ വിറച്ചു. ഫിയർ, ഭയം. ഷീ കുഡിൻ ഈവൻ ക്രൈ. അവൾക്ക് കരയാൻ പോലും സാധിച്ചില്ല. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ. അവൾക്ക് എന്താണ്? സ്കൈ കാണാൻ കഴിഞ്ഞു, അത് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്. പിന്നെ നല്ല ഡാർക്കായ ക്ലൗഡ്സും. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. ഭയം കൊണ്ട് അവൾ കണ്ണുനടച്ചു. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്. അപ്പം ഈ ഫ്ലൈയിങ് ഹൗസിൽ, ഈ പറന്ന വീട്ടിൽ നിന്നും എന്തൊക്കെയാണ് ഡൊറോത്തി കണ്ടത്? ഷീ സോ ഫോളൻ ട്രീസ് ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ, അല്ലേ? ഇതൊക്കെയാണ് അവൾ കണ്ടത്. ഇഫ് യു വേർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു. അപ്പോൾ നിങ്ങൾ കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഡൊറോത്തിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ അത് കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൻസർ ചെയ്യട്ടെ. ഇനി വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടോട്ടോ. ഇനി എന്താണ് സംഭവിക്കുക ഡൊറോത്തിക്കും ടോട്ടോക്കും നോക്കാം. ഇനി അവർ മറ്റൊരു സ്ഥലത്ത് വളരെ സ്ട്രെയിഞ്ചായ, വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ലാൻഡിൽ എത്തിച്ചേർന്നു. തഡ് ദ ഹൗസ് ലാൻഡഡ് സംവെയർ. എവിടെയോ പോയിട്ട് എന്താണ് ആ വീട് അങ്ങോട്ട് ലാൻഡ് ചെയ്തു. പറന്നു പോയി വീട് അവിടെ ലാൻഡ് ചെയ്തു. ഡൊറോത്തി ഓപ്പൺഡ് ഹെർ ഐസ്. ഡൊറോത്തി അവളുടെ കണ്ണുകൾ തുറന്നു. ഷീ ലുക്ക്ഡ് ഔട്ട്. അവൾ പുറത്തേക്ക് നോക്കി. ഓ ദ സ്റ്റോം ഹാസ് ഗോൺ. ആ കാറ്റ്, കൊടുങ്കാറ്റ് പോയിട്ടുണ്ട്. ഷീ കെയിം ഔട്ട് വിത്ത് ടോട്ടോ. ടോട്ടോയും കൂട്ടിയിട്ട് എന്താണ് വീടിന് പുറത്തേക്ക് അവൾ വന്നു. ദി എയർ വാസ് ഫിൽഡ് വിത്ത് ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എന്താണ്? പുറത്തിറങ്ങിയപ്പോൾ എയർ, പുറത്തുള്ള വായു എല്ലാം ഫിൽഡ് വിത്ത്, നിറഞ്ഞിട്ടുണ്ട്. ദ ഫ്രേഗ്രൻസ്. ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. ഓഫ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ. അപ്പോൾ പുഷ്പങ്ങളുടെ സുഗന്ധം ആകെ പറക്കുകയാണ് പുറത്ത്. ബേർഡ്സ് ചിപ്ഡ്. ബേർഡ്സ് ചിപ്ഡ്. ചിർപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കുക കേട്ടോ. സോ ബേർഡ്സ് ചിപ്ഡ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ശബ്ദമുണ്ടാക്കി. വേ ആർ വി നൗ. നമ്മൾ എവിടെയാണ്? ഷീ വണ്ടേഡ്. അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഡൊറോത്തി. ടോട്ടോ സ്നിഫ്ഡ് എറൗണ്ട്. സ്നിഫ്ഡ് എന്ന് പറഞ്ഞാൽ സ്മെല്ല് ചെയ്തു. സ്നിഫ്ഡ് എറൗണ്ട്. ഇപ്പോൾ സ്നിഫ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അവസാനം ടി എന്ന് കൂട്ടിയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് കേട്ടോ. സോ സ്നിഫ്ഡ് എന്നല്ല, സ്നിഫ്ഡ്. ടോട്ടോ സ്നിഫ്ഡ് എറൗണ്ട്. ടോട്ടോ ചുറ്റും സ്മെൽ ചെയ്തു. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി. ഡൊറോത്തിയെ നോക്കി ഡോഗ്. പസിൽഡ്, ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കി. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് ദം. ഡൊറോത്തി കണ്ടു, സോ എന്ന് പറഞ്ഞാൽ കണ്ടു, സം സ്ട്രേഞ്ച് പീപ്പിൾ, വളരെ പ്രത്യേകതകൾ നിറഞ്ഞ സ്ട്രേഞ്ചായ കുറച്ച് ആൾക്കാർ. കമ്മിങ് ടുവേർഡ്സ് ദം. ടുവേർഡ്സ് ഇപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് നടത്താം. സോ ഇവർക്ക് നേരെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ദേ വർ സ്മോളർ ദാൻ ഡൊറോത്തി. ഡൊറോത്തിയേക്കാളേറെ ചെറുതായിരുന്നു അവർ. ബട്ട് ബിഗർ ദാൻ ടോട്ടോ. പക്ഷേ ടോട്ടോയേക്കാളേറെ വലുതുമായിരുന്നു. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. ടൈനി സ്മോൾ ബെൽസ്. സോ ചെറിയ ബെൽസ് ഉള്ള
ഹാറ്റ്സ്, തൊപ്പികളാണ് അവർ അണിഞ്ഞിട്ടുള്ളത്. ടോട്ടോ ബാക്ട് അറ്റ് ദം. ബാക്ട് എന്ന് പറഞ്ഞാൽ കുരച്ചു. നായ കുരക്കുന്നതിനാണ് ബാക്ക് എന്ന് പറയാം കേട്ടോ. സോ ബാർക്ക്ഡ് എന്ന് പറയേണ്ട, ബാക്ട് ടി ആണ് അവസാനം ഉച്ചരിക്കാം. ടോട്ടോ ബാക്ട് അറ്റ് ദം. നായ അവർക്ക് നേരെ കുരച്ചു. കാം ഡൗൺ ടോട്ടോ, ഡൊറോത്തി പാറ്റഡ് ഹിം. പാറ്റഡ് മെല്ലെ തട്ടുക, മൃദുവായിട്ട് ഇങ്ങനെ അടിക്കുക, മെല്ലെ. സോ കാം ഡൗൺ, അടങ്ങുന്നു ടോട്ടോ എന്ന് ഡൊറോത്തി പറയുന്നു. ഹായ് ലിറ്റിൽ ഗേൾ, ചെറിയ പെൺകുട്ടി. വി ആർ മഞ്ച്കിൻസ്. മഞ്ച്കിൻസ് എന്ന് പറഞ്ഞാൽ ഡ്വാർഫ്, കുള്ളന്മാരാണ് കേട്ടോ. വെൽക്കം ടു അവർ ലാൻഡ്, ഞങ്ങളുടെ ലാൻഡിലേക്ക് സ്വാഗതം. വി ആർ സോ ഹാപ്പി ടുഡേ, ഞങ്ങൾ ഇന്ന് വളരെ സന്തുഷ്ടരാണ്. യു സേവ്ഡ് അസ്, നീ ഞങ്ങളെ രക്ഷിച്ചു. ദേ സെഡ്, അവർ ഒരുമിച്ച് പറഞ്ഞു. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. ഡൊറോത്തി എന്താണ്, ആകെ കൺഫ്യൂസ്ഡ് ആയി ഇത് പറഞ്ഞപ്പോൾ. സോ വൈ വാസ് ഡൊറോത്തി കൺഫ്യൂസ്ഡ്, എന്തുകൊണ്ടാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയിട്ട്? അതായത് ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. വെൻ മഞ്ച്കിൻസ് സെഡ് ദാറ്റ് ദേ വർ സേവ്ഡ് ബൈ ഡൊറോത്തി ഷി വാസ് കൺഫ്യൂസ്ഡ്. ഈ മഞ്ച്കിൻസ് രക്ഷപ്പെട്ടു കാരണം ഡൊറോത്തി അവരെ സഹായിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഇവളാകെ കൺഫ്യൂഷൻ ആയത് കേട്ടോ. സോ മഞ്ച്കിൻസിനെ കാണാൻ പറ്റും, ഡൊറോത്തിക്ക് ചുറ്റുമുള്ള ഈ ഉയരം കുറഞ്ഞ ആൾക്കാരാണ് മഞ്ച്കിൻസ്. സോ അവർ വന്നിട്ട് പറയാണ്, നീയാണ് ഞങ്ങൾ രക്ഷിച്ചത് എന്ന്. സോ എന്താണ്, ഡൊറോത്തിക്ക് ആ കൺഫ്യൂഷനായി. യു ആർ അവർ ഹീറോ, നീയാണ് ഞങ്ങളുടെ ഹീറോ. യു കിൽഡ് ദ ക്രൂവൽ വിച്ച്. വിച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? മന്ത്രവാദിനി. ആ വീട് നേരെ പോയിട്ട് മന്ത്രവാദിനിയുടെ ദേഹത്താണ് വീണ് കിടക്കുന്നത്. കണ്ടോ, താഴെ അശുവ കാണുന്നില്ല, മന്ത്രവാദിനിയുടേതാണ്. സോ നീ ആ ക്രൂരയായിട്ടുള്ള മന്ത്രവാദിനെ നീ കൊന്നു. എ യങ് മഞ്ച്കിൻ സെഡ്, ഒരു ചെറിയ മഞ്ച്കിൻ പറഞ്ഞു. ഓ നോ, ഐ ഹവ് നെവർ കിൽഡ് എനി വൺ. ഡൊറോത്തി ക്രൈഡ് ഔട്ട്. അപ്പോൾ ഉറക്കെ അവൾ വിളിച്ചു പറഞ്ഞു. ക്രൈഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു കേട്ടോ. കരഞ്ഞു എന്നല്ല ഇവിടെ അർത്ഥം. ഇവിടെ അർത്ഥം എന്താ, ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താണ്? നോ നോ ഐ ഹാവ് നെവർ കിൽഡ് എനി വൺ. ആരെയും ഞാൻ കൊന്നിട്ടില്ല. നോട്ട് യു ബട്ട് യുവർ ഹൗസ്. നീയല്ല, നിൻ്റെ ഹൗസ്. നിൻ്റെ ഹൗസാണ് കൊന്നത്. യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കിഡ് വിച്ച്. വിക്കിഡ് എന്ന് പറഞ്ഞാൽ ക്രൂവലായിട്ടുള്ള ആ വിച്ചിൻ്റെ ദേഹത്തൂടെയാണ് ആ വീട് വീണത്. അങ്ങനെയാണ് നീ കൊന്നത്. ഷീ ഡൈഡ് സെഡ് എൻ ഓൾഡ് മഞ്ച്കിൻ. ഒരു വൃദ്ധനായിട്ടുള്ള മഞ്ച്കിന് പറയാണ്, അങ്ങനെയാണ് അവൾ മരിച്ചത്, അതായത് ആ മന്ത്രവാദിനി മരിച്ചത്. ഈസ് ഇറ്റ് സോ? ഡൊറോത്തി വാസ് ഷോക്ക്ഡ്. ആകെ ഞെട്ടിപ്പോയി. അങ്ങനെയാണോ? യെസ്, വി വേർ ഹെർ സ്ലേവ്സ്. പക്ഷെ കുഴപ്പമില്ല, എന്തായിരുന്നു? ഈ മഞ്ച്കിൻസ് മന്ത്രവാദിനിയുടെ സ്ലേവ്സ് ആയിരുന്നു, അടിമകൾ. സ്ലേവ്സ് അടിമകളായിരുന്നു. യു സെറ്റസ് ഫ്രീ. സെറ്റസ് ഫ്രീ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാക്കി. നീ ഞങ്ങളെ സ്വതന്ത്രരാക്കി. ലെറ്റ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം. ഫ്രീഡം, സ്വാതന്ത്ര്യം. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാലോ ആഘോഷിക്കുക. സോ നമുക്ക് ഈ ഒരു ഫ്രീഡം ആഘോഷിക്കണം. ദേ ബിഗാൻ ടു ഡാൻസ്. ബിഗാൻ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു, ഡാൻസ് തന്നെ. സോ അവരെന്താണ്, ഡാൻസ് ആരംഭിച്ചു. ജോയിനസ്. ദി ഓൾഡ് മഞ്ച്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി. അവർ ഡാൻസ് തുടങ്ങുകയാണ്. സോ ഞങ്ങളൊപ്പം കൂടൂ എന്ന് ആ ഓൾഡ് മഞ്ച്കിനെ ഡൊറോത്തിയോട് പറയുന്നു. താങ്ക്സ് ബട്ട് പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ് ഷീ സെഡ്. പക്ഷേ ഡൊറോത്തിക്ക് എന്താ വേണ്ടത്? ഇവർ വില്ലേജിൽ തന്നെ പോകണം. സോ അവൾ പറയാണ് താങ്ക്സ്, പക്ഷേ എന്താണ്, ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്നെ പോകണം. സോറി വി കാൺ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഷുവർലി ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. സോ ഓസ് പ്ലേസ് ആണ്, അവിടുത്തെ ഒരു വിസാർഡ് ഉണ്ട്, ഒരു മജീഷ്യൻ. അയാൾക്കൊരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിയും. വിസാർഡ് ഓഫ് ഓസ്, ഹു ഈസ് ഹി? ആസ്ക്ഡ് ഡൊറോത്തി. അപ്പോൾ ഡൊറോത്തി ചോദിച്ചു, ആരാണ് ഈ വിസാർഡ് ഓഫ് ഓസ്? ഹീ ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. വളരെ ശക്തിമാനായിട്ടുള്ള, ഒരുപാട് മാജിക്കൽ പവറുള്ള ഒരു മജീഷ്യനാണ്, മാന്ത്രികനാണ്. സോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ് മീൻസ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ദി ഓൾഡ് മഞ്ച്കിൻ റിപ്ലൈഡ്. ഓൾഡ് മഞ്ച്കിൻ പറഞ്ഞു. ഡൊറോത്തി സ്മൈൽ. ഡൊറോത്തി പുഞ്ചിരിച്ചു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. സോ ഈ വിസാർഡ്, ഈ മാന്ത്രികനെ കാണാൻ ഡൊറോത്തി ടോട്ടോയുടെ ഒപ്പം അങ്ങോട്ട് നടന്നു. സോ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദ വിക്കിഡ് വിച്ച് ഡൈ? എങ്ങനെയാണ് ആ വിക്കിഡ് ക്രൂവലായ വിച്ച് മന്ത്രവാദിനി മരിച്ചത്? എങ്ങനെയാണ്? വെൻ ഡൊറോത്തീസ് ഹൗസ് ഫെൽ ഓൺ ഹെർ ഷീ ഡൈഡ്. ഓക്കെ, ഷീ വാസ് കിൽഡ്. ഹൗ കുഡ്
ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി. എങ്ങനെയാണ് ഇനി വിസാർഡ് ഓഫ് ഓസിന് ഡൊറോത്തിയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക നമുക്ക് നോക്കാം. അടുത്ത പേജിൽ നോക്കാം. സോ ഇതാണ് ആ വിസാർഡ്. റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഒരു മാന്ത്രികവടി കയ്യിലുണ്ട് അല്ലേ, മീറ്റിംഗ് ദ വിസാർഡ്. ഇതാണ് ഈ ഒരു പാട്ടിൻ്റെ പേര്. ദേ റീച്ച്ഡ് ദ വിസാർഡ്സ് പ്ലേസ്. അങ്ങനെ അവരെന്ത് ചെയ്തു, വിസാർഡിൻ്റെ പ്ലേസിലെത്തി. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി. അപ്പോൾ വിസാർഡിൻ്റെ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ, മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. സോ ഇവരെ വെൽക്കം ചെയ്യുന്നു. യു സേവ്ഡ് ദ മഞ്ച്കിൻസ്. നീ രക്ഷിച്ചു, സേവ് ചെയ്തു മഞ്ച്കിൻസിനെ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ആസ്ക്ഡ് ദ വിസാർഡ് ഓഫ് ഓസ്. വിസാർഡ് ഓഫ് ഓസ് ഇവരോട് ചോദിക്കാം. പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. വില്ലേജ് ഗ്രാമം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകണം. ഓക്കെ, അത് ഞങ്ങളെ സഹായിക്കൂ. ഡൊറോത്തി പ്ലീഡഡ്. പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റഡ്. വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? ഹി ആസ്ക്ഡ്. ഈ മനോഹരമായ സ്ഥലം, എന്തിനാണ് നിനക്ക് പോകുന്നത് ഇവിടുന്ന്? ഇവിടെ താമസിച്ചൂടെ? വളരെ മനോഹരമായ സ്ഥലമാണല്ലോ ഇത്. പറയാണ്, ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. നമ്മുടെ സ്വന്തം വീടിനേക്കാൾ നല്ലൊന്നുമില്ലല്ലോ. സോ നമ്മുടെ വീട് പോലെ മറ്റൊന്നുമില്ല. ഡൊറോത്തി സെഡ്. ആസ് യു വിഷ് മൈ ഡിയർ. നിനക്ക് ആഗ്രഹം സ്വന്തം വീട്ടിൽ പോകാനാണെങ്കിൽ പോയിക്കോ. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വോണ്ട്. മാജിക് മാന്ത്രിക, വോണ്ട് വടി. സോ ഇയാൾ കയ്യിലുണ്ടോ മാജിക് വോണ്ട്? ഈ മാജിക് വോണ്ട് എന്ത് ചെയ്തു? ഇയാൾ വേവ് ചെയ്തു, ഇങ്ങനെ ഇളക്കി, അതായത് ഇങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ ചുഴറ്റി. വൗ, ദ ഹൗസ് അപ്പിയേർഡ്. പെട്ടെന്ന് ഹൗസ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ. ഡൊറോത്തിയും ടോട്ടോയും അതിലേക്ക് കയറി. ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. അത് പറക്കാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, ഓവർ ദ ഫീൽഡ്സ്. അപ്പോൾ ഹിൽസിൻ്റെ മുകളിലൂടെ, മലമുകളിലൂടെ, അതുപോലെ തന്നെ ഓവർ ദ ഫീൽഡ്സ്, പാടശേഖരങ്ങളുടെ മുകളിലൂടെ അതങ്ങനെ പറന്നുപോയി. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹെർ വില്ലേജ്. അവസാനം ആ ഹൗസ് എവിടെ വന്ന് വീണു? ലാൻഡ് ചെയ്തു. വീഴല്ല, ലാൻഡ് ചെയ്തു. അവളുടെ വില്ലേജിൽ ലാൻഡ് ചെയ്തു. ടോട്ടോ, വി ആർ ബാക്ക്. നമ്മൾ തിരികെ എത്തി. ഷി ബിക്കെയിം വെരി ഹാപ്പി. ഡൊറോത്തി വളരെയധികം ഹാപ്പിയായി. ദ സ്കൈ വാസ് ക്ലിയർ. ഇപ്പോൾ കാറ്റൊന്നുമില്ല, സ്കൈ വളരെ ക്ലിയർ ആണ്, ക്ലൗഡി അല്ല. ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. അപ്പോൾ ആകാശത്ത് റെയിൻബോ, നല്ല മനോഹരമായ മഴവില്ല് അവിടെ ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? എങ്ങനെയാണ് വിസാർഡ് ഓഫ് ഓസ്, ഈ മാന്ത്രികൻ എങ്ങനെയാണ് ഡൊറോത്തി ഹെൽപ്പ് ചെയ്തത്? ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്ഡ് ഡൊറോത്തി ഗെറ്റ് ബാക്ക് ഹെർ ഹോം. അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ടു ഹെർ വില്ലേജ് അല്ലേ, ടു ഗെറ്റ് ബാക്ക് ഹെർ വില്ലേജ്. അവളുടെ വില്ലേജിലേക്ക് തിരികെ പോകാനും സഹായിച്ചു. ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം കമൻറ്റ്. നമ്മുടെ വീട് പോലെ മറ്റൊരു വീടുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ്. സോ അത് കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താണ് അവർ റിപ്ലൈ ചെയ്യും. സോ ഇതാണ് ഈ ഒരു സ്റ്റോറി. അപ്പോൾ ഇത് കുട്ടികൾക്കാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. പിന്നെ അവർക്ക് 1 or 2 പേജിന് ശേഷം പോസ് ചെയ്തിട്ട് ആ ഭാഗം പഠിപ്പിച്ചിട്ട് പതുക്കെ എന്താണ് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, സോ ഈ ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലെ മാത്രമല്ല എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഈ ചാനൽ ലഭ്യമാണ്. പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഇവിടെ ലഭ്യമാണ്. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.